ഇന്ന് എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചിരുന്നു, ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഒരു പോസിറ്റീവ് ഒന്നും കണ്ടില്ല. പക്ഷെ എനിക്ക് ഇന്നിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് എനിക്കിന്ന് എന്തെങ്കിലും കണ്ടു. സോ ഞാൻ ജിമ്മിൽ ഈ ഫിസിക്ക് വിളിച്ച് പോകാൻ പോവാണ്. ഞാനങ്ങനെ ജിമ്മിൽ തന്നെ ബ്ലോഗ് ചെയ്തിട്ടാണ്. അത് ഫസ്റ്റ് ബ്ലോഗാണ് ജിമ്മിലേക്ക് ഫസ്റ്റ് ബ്ലോഗാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, മഴക്കല്ല ഞാൻ എനിക്ക് വിരുന്ന് പോകണം. വിരുന്ന് വീഡിയോ അങ്ങനെ പരിപാടിയില്ല. താങ്ക്സ്, ഞാൻ കുറച്ചുള്ളൂ. അമ്മ ഇവിടെ തൃശ്ശൂര് ഷോപ്പിൽ. അതെ, ഞാൻ പോട്ടെ. വണ്ടി പോസ് ചെയ്യാൻ വണ്ടി നോക്കി പോസ് ചെയ്യാൻ നമുക്ക് ജീവനുണ്ടേ, ജീവൻ ഇത് വേണം. ഓക്കെ, അപ്പം നമ്മളിന്ന് ജിമ്മിൽ കയറാൻ പോവാണ്. നമ്മുടെ കൂട്ടുകാരൻ കടയിൽ വർക്ക് ചെയ്യണം കേട്ടോ. അയ്യോ വയ്യ കൈസ്, ശരിക്കും വയ്യ. പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നടന്നപ്പോൾ പിന്നെ ഈ വർത്താനം പറയാൻ നമ്മൾ ഉറക്കല്ലേ, അത് പറഞ്ഞിട്ട് നമുക്ക് വയ്യ കൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ജിമ്മിൽ കയറുമ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. വ്ളോഗിങ് എടുക്കണമെന്ന് 10 മിനിറ്റ് കയറുള്ളൂ. അപ്പോൾ ആ ടൈമിൽ കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കും ഗൈസ്. ഇനി ഞാൻ ജിമ്മിൽ കയറുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ്. ഇത് 10 മിനിറ്റ് കളിക്കുന്നു കേട്ടോ. 10 മിനിറ്റ് നമ്മൾ കളിക്കുന്നുള്ളൂ. കാരണം നമുക്ക് വീട്ടിൽ പോയിട്ട് ഇന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ പാട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ജിമ്മെത്തരായി ഗൈസ്, ഇപ്പം ജിമ്മെത്തും. ഇപ്പോൾ ഗൈസ് നമ്മുടെ ജിമ്മ് എത്തിയിട്ടുണ്ട്. അമ്മേ ഗൈസ്, ശരി ഓടിയില്ല. ഇന്ത്യൻ്റെ ഓടിയല്ല എന്നോട് ഓ എടുത്തിട്ട് ഇന്ന് 10 മിനിറ്റ് അടിക്കണല്ലോ. 10 മിനിറ്റ് അടിച്ചിട്ട് പോകണം. ആ അതെ വ്ളോഗ് ഇന്ന് 10 മിനിറ്റ് അടിക്കണല്ലോ ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാപ്പ് ചെയ്യാൻ വീഡിയോ കാണിച്ചു തരാം. കുറച്ച് തരാം. ശരിക്കും ക്ഷീണാണ്. തീരെ 10 മിനിറ്റ് അടിക്കുള്ളൂ. 10 മിനിറ്റ്. ഒമ്മി പത്ത് മിനിറ്റ് കംപ്ലീറ്റ്. ഈ വർക്കൗട്ട് ചെയ്യട്ടെ, സമയമില്ല. 10 മിനിറ്റ് അടിക്കുള്ളൂ. ഇന്ന് നമ്മൾ തീർത്തില്ല കേട്ടോ. ഇന്നത്തെ കഴിഞ്ഞ് നാളെ വരാം. ഇത് വേറെ അറിയോ, നമ്മുടെ ഫേമസ് ഡാൻസറാണ്. അതെ, ഷീസ് എ ഫേമസ് ഡാൻസർ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ. അവളുടെ ജിൻസി അനിൽ. യെസ്, ഓക്കെ, ഫോളോ ചെയ്യണം. വ്ളോഗ് ചെയ്യാ. അമ്മേ വയ്യ ഗൈസ്, ശരിക്കും വയ്യ. ഇന്ന് 10 മിനിറ്റ് ജസ്റ്റ് പൈസ ഒന്നും കളിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ചെയ്യണമൊന്നുമില്ല. പിന്നെ ഇന്നെനിക്ക്
ഉണ്ടായ അയ്യോ ഒന്ന് കൂളോട്ടെ ഫേസാണോ കൈയൊക്കെ പറിച്ചിട്ട് ഫേസ് ഒന്നാമത് തണുപ്പ് വേറെ വശത്ത് അയ്യോ കാലം പറയണ്ടേ എന്ത് സംഭവം അറിയോ നമ്മൾ ഓവറായിട്ട് നമ്മുടെ ബോഡിയിൽ ഒരിക്കലും വർക്ക് ചെയ്യരുത് ഗൈസ് കാരണം നമ്മുടെ ബോഡിക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളിൽ നമ്മുടെ ഈ ബോഡി എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡി എനർജി ആയിട്ട് വർക്ക് ചെയ്യുന്നത് തന്നെ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയിൽ പെട്രോൾ അടിച്ചാലേ വണ്ടി ഓടുള്ളൂ അതുപോലെയാണ് നമ്മുടെ ബോഡിയും. ഞാൻ ബ്രൈറ്റ്നസ് നോക്കട്ടെ. അമ്മേ വയ്യ ഗൈസ്, ശരിക്കും വയ്യ ഗൈസ്. എന്ത് കാര്യം വെച്ചാൽ ബേൺഡ് ഗൈസ്. പിന്നെ നമ്മുടെ ഇന്നത്തെ ദിവസം തുടങ്ങിയത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇനി പനി വന്നാൽ അറിയില്ല ഗൈസ്, പനി വരാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഞാൻ ഇപ്പം എന്ത് ചെയ്യുക. ഈ സാധനം ഉണ്ട്, ഈ സാധനം ഇതിട്ട് കഴിഞ്ഞാൽ പനി വരില്ല. അപ്പോൾ ഇന്നെനിക്ക് എന്താ പറയുക വെച്ചാൽ അലമ്പ് ലുക്കാവൂലേ, ലുക്ക് രസമില്ല. ഓക്കെ ഫീസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് എന്താ പറയുക കഴിഞ്ഞാൽ ഇന്ന് എനിക്കുണ്ടായ നെഗറ്റീവ്സ്, അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. എനിക്ക് എൻ്റെ ബ്രെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല, എൻ്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ബിക്കോസ് ഐ എം സോ മൂഡ് ഓഫ്. ഞാൻ ശരിക്കും ഇങ്ങനെയല്ല, ഐ എം ടോക്കറ്റീവ്. ഞാൻ എനിക്ക് എപ്പോഴും എൻ്റർടൈനഡ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് രാവിലെ മോർണിംഗ് എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നില്ല ഗൈസ്. അതുപോലെ ഇന്ന് രാവിലെ ശരിക്കും എനിക്ക് തോന്നണം എന്താ വെച്ചാൽ ഞാനിന്ന് ഐ എം എ വ്ളോഗർ, യു നോ. യാ ഐ എം എ വ്ളോഗർ. യെസ് ഐ എം എ വ്ളോഗർ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വ്ളോഗിങ് സ്റ്റിക്കിൻ്റെ ബാഗിലുണ്ടായിട്ടും ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉണ്ടായിട്ടും ഞാനിന്ന് രാവിലെ എന്തുകൊണ്ട് അത് വ്ളോഗ് ചെയ്തില്ല. ബിക്കോസ് ഞാൻ മുന്നൊരു ദിവസം പ്ലാൻ ചെയ്തിരുന്നു വ്ളോഗ് ചെയ്യണം എന്നുള്ള പരിപാടിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ആ പ്ലാന് എനിക്കിന്ന് രാവിലെ പറ്റിയില്ല, കാരണം എൻ്റെ മൂഡ് അങ്ങനെയായിരുന്നു. എൻ്റെ മൂഡ് ചേഞ്ച് ഭയങ്കര നെഗറ്റീവ് കൂടായിരുന്നു, പക്ക നെഗറ്റീവ് പണ്ടാറ് നെഗറ്റീവ് മൂടായിരുന്നു. അപ്പോൾ പണ്ടാറ് നെഗറ്റീവ് മൂടായ കാരണം കൊണ്ട് ഷജേട്ടൻ എവിടെ ഗൗതമോ. അപ്പോൾ ഭയങ്കര നെഗറ്റീവ് മൂടായിരുന്നു ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഞാൻ മുന്നേ പ്ലാൻ ചെയ്തതാണ് എങ്ങനെ ഒരു വീഡിയോ എടുക്കണം, ഈ ദിവസം വീഡിയോ എടുക്കണം. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ദിവസം ഞാൻ പോയ ദിവസം ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇതേപോലെ എനിക്കൊരു കണ്ടൻറ്റായിട്ട് കിട്ടും. ഞാൻ പല്ല് വെക്കാൻ പോണത് ഒരു കണ്ടൻറ്റായിട്ട് കിട്ടും. അന്ന് ഞാൻ ഡിസിഷൻ എടുത്തതാണ്. അപ്പോൾ ഇന്ന് എനിക്കതിന് രാവിലെ പറ്റിയില്ല. ബിക്കോസ് രാവിലെ പിന്നെ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല മൂഡ് ഓഫ് ആയിരുന്നു. അതുപോലെ തന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ശരിക്കും എനിക്കിന്ന് രാവിലെ ഉണ്ടായ ഫീലിങ്സ് റിയലാണ് കേട്ടോ. എനിക്ക് ശരിക്കും മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് ഗൈസ്, എൻ്റെ മൈൻഡിൽ കിടക്കുകയാണ് ഐ വാണ്ട് ടു വ്ളോഗ്, എനിക്ക് വ്ളോഗ് ചെയ്യണം. പക്ഷേ എൻ്റെ മനസ്സിൽ എന്താ, യുവർ മൂഡ് ഓഫ്, നീ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്, നീ ഇന്ന് നിൻ്റെ റൊട്ടീൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, മ്യൂസിക് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ജിമ്മിൽ രാവിലെ പോയിട്ടില്ല, സോ യുവർ മൂഡ് ഓഫ് എന്നെൻ്റെ മൈൻഡ് എന്നോട് പറഞ്ഞ കാരണം കൊണ്ടാണ്, ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ രാവിലെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാഞ്ഞതും. പക്ഷെ ഞാൻ എന്നാലും മാറ്റി എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തു ഗൈസ്. പക്ഷേ ആ എനർജി നിങ്ങൾ കണ്ട, എനിക്ക് എന്തെങ്കിലും എനർജി ഉണ്ടായിരുന്നു രാവിലെ, ആ എനർജി മിസ്സിങ് ആയിരുന്നു. പക്ഷേ എനർജി മിസ്സിങ് ആയിരുന്നു. പിന്നെ അയ്യോ എനിക്ക് പറയാൻ എന്തായിരുന്നു ഗൈസ്, നമ്മുടെ മൈൻഡ് ഈസ് സോ പവർഫുൾ. എത്രമാത്രം പവർഫുള്ളാണെന്ന് എനിക്കിന്ന് കുറേ ഞാൻ നിങ്ങളോട് ഡെയിലി ഇങ്ങനെ ഓരോ കാര്യമാണ് പറയണില്ലേ, വാട്ട് ഐ എം ഡൂയിങ്, വാട്ട് ഈസ് ഹി ഡൂയിങ്, അത് ഞാൻ നിങ്ങളോട് പറയണ ഗൈസ്, എന്തൊക്കെ നമ്മുടെ മൈൻഡിനെ കൊണ്ട് പറ്റും. വാട്ട് യുവർ മൈൻഡ്, ഓൾ ദ തിങ്സ് ഇൻ ഓൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തും പറ്റും ഗൈസ്, എന്തും പറ്റും ഉറപ്പാണ് ഗൈസ്. അതിൻ്റെ തെളിവാണ് ഞാനിപ്പോൾ കാണിച്ചെന്നേ. ഞാൻ കണ്ടില്ല ഇന്ന് രാവിലെ മൂഡ് ഓഫ് ആയിരുന്നു. ബട്ട് ഐ ഗോ ടു ജിം. എനിക്ക് എത്ര എൻ്റെ മൈൻഡ് ഉണ്ടായിരുന്നു, ഞാനിത് ചെയ്യും, ഞാൻ ജിമ്മിൽ ഇപ്പോൾ കയറിയൊരു വ്ളോഗ് ചെയ്യും എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നലെ പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ജിൻസിനെ കണ്ടില്ലേ,
ഇന്നലെ ജിൻസി ഐ ആം ലൈക്ക് എനിക്കിഷ്ടം അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കഴിച്ചു, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നല്ല സംസാരിക്കും കഴിച്ചു. ബിക്കോസ് ഞാൻ എപ്പോഴും എല്ലാവരോടും നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നലെ ജിൻസി കണ്ട്, ബട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോയില്ല, ഞാനങ്ങനെ സംസാരിച്ചില്ല. ഇപ്പോൾ ഈ നമ്മുടെ വീഡിയോ കണ്ടില്ലേ, അവളുടെ പേരാണ് ജിൻസി. അപ്പോൾ എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ മൈൻഡിൽ വേറൊരു കാര്യമുണ്ട്, 10 മിനിറ്റുള്ളൂ, നമുക്ക് വീട്ടിൽ പോകണം, നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എൻ്റെ ആ ഒറ്റ കാരണം കൊണ്ടും. പിന്നെ എനിക്ക് ജിമ്മിൽ യെസ്റ്റർഡേ നിങ്ങൾ ശ്രദ്ധിച്ചു യെസ്റ്റർഡേ ഇന്നലെ എനിക്ക് ജിമ്മിൽ വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കാരണം എൻ്റെ മൈൻഡിൽ അതുണ്ട്, എൻ്റെ മൈൻഡിൽ അതുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും കഴിച്ചു. അതിപ്പോൾ ഞാൻ കാണിച്ചെന്നില്ലേ ഈ ഒരു മൊമെൻറ്റ്, ഇത് ലൈവാണ് കഴിച്ചു. ഞാൻ ഒരു പ്ലാനോടും ഒന്നുമില്ല. എൻ്റെ മൈൻഡിൻ്റെ പവർ, ഈ ഒരു മൈൻഡിൻ്റെ പവർ നിങ്ങൾക്കും കിട്ടും കഴിച്ചു, ഉറപ്പാണ്. ഞാൻ 100% ഉറപ്പായിട്ട് പറയാം, നിങ്ങൾക്കും പറ്റും. ഓക്കെ, യു ക്യാൻ ഡു എവറിത്തിങ് ഇൻ യുവർ ലൈഫ്, എവറിത്തിങ് മാൻ, എവറിത്തിങ്. ഓക്കെ, പിന്നെ എനിക്ക് ഡ്രോബാക്ക് ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ. ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ എൻ്റെ ജിമ്മ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫുഡിൻ്റെ കാര്യം, ഫുഡ് ഞാൻ മോർണിംഗ് കഴിച്ചത് 3 പുൾസൈ ആൻഡ് 3 പുൾസൈ കഴിച്ചു. പിന്നെ കുറച്ച് ചോറാണ് കഴിച്ചത്, മുരിങ്ങയില കൂട്ടിയിട്ട്. മുരിങ്ങയില കഴിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്താ കിട്ടും, ഞാനത് നോക്കിയിട്ട് പറയാം കഴിച്ചു. ഞാനത് അങ്ങനെ ഒന്നും നോക്കാറുണ്ട്, ഞാനങ്ങനെ സത്യം പറഞ്ഞ സമയമില്ല കഴിച്ചു. ഓക്കെ, ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ റൊട്ടീൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ റൊട്ടീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മോർണിംഗ് 4 മണിക്ക് നീറ്റ് കഴിഞ്ഞാൽ 4 to 5, 5 to 6 മണി വരെ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യും. മ്യൂസിക് ഏതൊരു പഠിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ നോക്കും. ശരിക്കും 2 മണിക്കൂർ പോരാ നമുക്ക്. എനിക്ക് ശരിക്കും കുറേ ടൈം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ടൈമിൻ്റെ ലിമിറ്റ് ഉണ്ട് ഗൈസ്. എനിക്ക് ഈ ഒറ്റ കാര്യത്തിൽ മാത്രം ടോപ്പറായാൽ പോരാ, എനിക്ക് എല്ലാ കാര്യങ്ങളും നോക്കണം ഗൈസ്. ഐ എം എ മൾട്ടി ടാസ്കർ, റിയൽ ഗൈസ്, ഐ എം എ മൾട്ടി ടാസ്കർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞു, 7 to 8 പാട്ട് പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് വാസ് ജിമ്മിന് പോകും. അപ്പോൾ ജിമ്മിന് പോകുമ്പോൾ നമ്മൾ ഈ പാട്ട് പാടുന്നുണ്ടെങ്കിലും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഗായ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ബ്രെയിനിന് എന്ത് വേണം, ഫുല്ല് വേണം. ബ്രെയിനിന് ഫുല്ല് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഫുഡ് നല്ല ആരോഗ്യപരമായ ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറും കഴിച്ചു. ബിക്കോസ് പിന്നെ ഫിറ്റ്നസ്സും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിഷയം മാറി പോകുന്നു കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ജിമ്മിന് പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഒരു 4, 5, 5 to 6, 5 to 6, 6 to 7. ഓക്കെ, 6 to 7 ജിമ്മ് ഒരു 7:15 ആവും. അപ്പോൾ അത് കഴിഞ്ഞ് ജിമ്മ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത പരിപാടി നേരെ തലേദിവസം എടുത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എഡിറ്റിങ്ങൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നല്ല അടിപൊളി പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഇറക്കും ഗൈസ്. അത് കണ്ടോ? ബിക്കോസ് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കാത്തത്. പക്ഷേ എനിക്ക് ഒരു വിശ്വാസമുണ്ട് ഗൈസ്. എൻ്റെ മൈൻഡിൽ കുറേ ഐഡിയാസ് ഉണ്ട്. ഹൗ ടു മേക്ക് എ റീൽ ബെറ്റർ, ഹൗ ടു മേക്ക് എ വീഡിയോ ബെറ്റർ. എൻ്റെ മൈൻഡിൽ കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം, അതിനൊക്കെ നമുക്ക് ടെക്നിക്സ് വേണം ഗൈസ്. നമുക്ക് എന്തൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിലും നമ്മളെ ഐഡിയാസ് പുറമേക്ക് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയാസ് മൈൻഡിലുള്ള ഐഡിയാസ് നമുക്ക് വർക്ക് ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം, ടെക്നിക്സ് അറിയണം ഗൈസ്. ആ ടെക്നിക്സ് ഇപ്പോൾ എനിക്ക് പഠിക്കാൻ എനിക്ക് കുറച്ച് സമയം തരണം. കാരണം എൻ്റെ ഷെഡ്യൂൾസ് ഭയങ്കര ടൈറ്റാണ്, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഞാനിപ്പോൾ എഡിറ്റിങ് കഴിഞ്ഞു, വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യും ഗൈസ്. കാരണം കുറേ അത്യാവശ്യം ടൈം എടുക്കും വീഡിയോ എഡിറ്റ് ചെയ്യും. കാരണം ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. ഞാനൊരു എഡിറ്ററല്ല. ബേസിക്കലി ഐ എം നോട്ട് ആൻ എഡിറ്റർ. എനിക്ക് അതിനെക്കുറിച്ച് ടെക്നിക്കലി അറിയില്ല ഗൈസ്, ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഇന്ന് മുതൽ ഞാൻ പഠിക്കും. ഞാൻ എപ്പോഴും പറയാം, എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പഠിച്ച് ചെയ്യും ഗൈസ്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് വീഡിയോ എഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ പണി നടക്കുന്നുണ്ട് ഗൈസ്. പണി എന്താണെന്ന് കാണിച്ചു തരാം. നമുക്ക് പറഞ്ഞ ആൾക്കാരെ കുറിച്ച്
അപ്പോൾ എന്ത് പറയണമെന്ന് എഡിറ്റിങ് കഴിഞ്ഞു 9 മണി. ഓക്കെ, അവിടെയാണ് ഞാൻ എൻ്റെ റൊട്ടീനിൽ ഞാൻ മെയിനായിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റെസ്റ്റ് ഗൈസ്. ഞാൻ നൈറ്റ് വീട്ടിലെത്തി എനിക്ക് അത്രയും പെട്ടെന്ന് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ആ ടൈം പറയണത് ഏകദേശം 10 മണിയാണ്. 10 മണി അത്രയും പെട്ടെന്ന് ഉറങ്ങുകയാണെങ്കിൽ ഞാൻ 10 മണിക്ക് ഉറങ്ങും. 10 മണിക്ക് ഉറങ്ങിയാൽ കൂടി നമുക്ക് ഉറക്കം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉറക്കം വരില്ല ഗൈസ്. നമ്മൾ ഉറങ്ങിയാൽ ഒരു 10 മിനിറ്റ് കിടന്നു കഴിഞ്ഞാലാണ് നമുക്ക് സ്ലീപ്പ് കിട്ടുള്ളൂ, ബെറ്റർ സ്ലീപ്പ് കിട്ടുള്ളൂ. അങ്ങനെ സ്ലീപ്പ് നമ്മൾ ഉറങ്ങി നല്ല ഡീപ്പ് സ്ലീപ്പ് പോകാം ഗൈസ്. അങ്ങനെ ഡീപ്പ് സ്ലീപ്പ് 8 hours ഉറങ്ങിയാൽ അത്രേ. എന്ത് പട്ടി കാണിക്കുന്നത്, പേടിയിരിക്കുകയോ? എന്താ കാണിക്കുന്നത്? ഇടി കിട്ടും നിനക്ക്, ഇടി കിട്ടും, അടിയല്ല കിട്ടാ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചേച്ചിമാർക്ക് നോക്കണേട്ടാ. ഞാൻ ഗൗതമ വ്ളോഗിങ് തുടങ്ങി 10 ദിവസമായി വീഡിയോ ഉണ്ടോ. ഇന്നിപ്പോൾ ഒരു വീഡിയോ വയ്യ, വീട്ടിൽ അടിച്ച് ചെയ്യാനൊന്നും വയ്യ. അപ്പോൾ ഇങ്ങനെയൊന്ന് പറഞ്ഞിട്ടെന്നെ. ഓക്കെ, എവിടെ വരെ പറഞ്ഞു നിർത്തി ഗൈസ്? ഓക്കെ, പറഞ്ഞു നിർത്തി അത് കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? നമ്മുടെ ഓക്കെ, സ്ലീപ്പ് നമുക്ക് 10 മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ 10 to 11, 11 to 12, 12 to 1, 1 to 2, 2 to 3, 3 to 4, 6 മണിക്കൂർ ഉറക്കം കിട്ടും. ആ 6 മണിക്കൂർ ഉറക്കം നമുക്ക് പോരാ. അത് എന്താ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ 6 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യും? 6 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് ടു മ്യൂസിക് പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജിമ്മിന് പോയി. ടൈറ്റ് ഷെഡ്യൂൾ ചേട്ടാ, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ 5 മിനിറ്റ് പോലും ഗ്യാപ്പ് എടുക്കണില്ല. അത് കഴിഞ്ഞ് നേരെ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നു. ഉറങ്ങാൻ എത്ര മിനിറ്റ് വേണം? ഞാൻ 7 മണിക്ക് വീട്ടിൽ വന്നാൽ കുളിച്ച് എനിക്ക് ഭക്ഷണം കഴിച്ച് എഡിറ്റ് ചെയ്ത് നമ്മൾ ഉറങ്ങണമെങ്കിൽ നമുക്കൊരു കുറച്ച് സമയം വേണ്ടേ. അപ്പോൾ 1 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ 9-9:45 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഗൈസ്. 9:45 ഇറങ്ങിയാൽ നമുക്ക് 10 മണിക്ക് അവിടെ വടക്കാഞ്ചേരി ഒക്കെ, നിങ്ങൾ വടക്കാഞ്ചേരിയൊക്കെ കാണിച്ചെന്നില്ലേ, വടക്കാഞ്ചേരി നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ വടക്കാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ ബസ് കയറി 10 മണിക്ക് ബസ് കയറി 11 മണിക്ക് അവിടെ എത്തും. ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് എടുക്കും. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് ഉറങ്ങാൻ പറ്റും ഗൈസ്. ഓക്കെ, ഇതിനിടയിലൊക്കെ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഓക്കെ, ഇതിനിടയിൽ എനിക്ക് വീഡിയോ എടുക്കും വേണം. അപ്പോൾ അതിനൊരു എക്സ്ട്രാ ടൈം പോകും ഗൈസ്. എല്ലാം ടൈം മാനേജ്മെൻ്റ് ആണ് ഗൈസ്. ടൈമില്ലെങ്കിൽ നമുക്കൊന്നും never we don't have any time we can do ടൈം എല്ലാവർക്കും ഉണ്ട് ഗൈസ്. ആ ടൈം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണു, ഹൗ ടു മാനേജ് ടൈം, ആ ഒരു കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു വാണ്ട് ടു ബിക്കം വാട്ട് യു തിങ്ക് യു വാണ്ട് ടു ബിക്കം ദാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എവിടെ വരെ എത്തി നമ്മൾ? ഓക്കെ, ബസ് കയറി പോയി 11 മണിക്ക് കയറി വർക്കിന് കയറി കഴിഞ്ഞാൽ അവിടെ സ്റ്റോക്ക് ആയിട്ട് അങ്ങനെയുള്ള കുറേ പരിപാടിയുണ്ട് ഗൈസ്. നമ്മൾ വർക്കിന് കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ ചിന്തകളൊന്നുമില്ല. നമ്മൾ വർക്കിനായിട്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല CMA പഠിക്കാൻ പോവാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം. CMA എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ബട്ട് അതിൻ്റെ ടെക്നിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കും ഗൈസ്. അതിൻ്റെ ടെക്നിക്ക് ഞാൻ സ്വന്തമായിട്ട് പഠിക്കും. ബിക്കോസ് ഒരു ബിസിനസ് ഷോപ്പാണ്. അപ്പോൾ ഈ കഥ ഞാൻ വേറെ വീഡിയോ ഇടാനാണ് പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ വീഡിയോ ഇട്ടിട്ടൊന്നുമില്ല. ഞാൻ ആ ഷോപ്പിൽ ഇപ്പോൾ അക്കൗണ്ട്സ് ഉണ്ട് ഗൈസ്. ആ അക്കൗണ്ട്സ് ഞാൻ സെറ്റ് ചെയ്ത് തന്നെ എൻ്റെ CMA പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ ഏകദേശം 5 മന്ത്സോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്റ്റോക്ക് ചെയ്തത് ഗൈസ്. അപ്പം 5 മാസത്തോളം കഷ്ടപ്പെട്ടാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തത് ഗൈസ്. അപ്പോൾ അമ്മ ഉറപ്പിച്ചാണ് നമ്മുടെ മൈൻഡിന് എന്തും പറ്റും ഗൈസ്, എന്തും. അപ്പോൾ അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നൈറ്റ് ഒരു 7:30 ഇറങ്ങി കഴിഞ്ഞാൽ അന്നത്തെ വീഡിയോയുടെ ക്ലിപ്സ് എഡിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അന്നത്തെ വീഡിയോയുടെ ക്ലിപ്സ് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഉറങ്ങാൻ ടൈം കിട്ടിയെങ്കിൽ ഉറങ്ങും ഗൈസ്. പക്ഷേ അപ്പോഴും ഒരു മിസ്സിങ് പോർഷൻ എന്ന് വെച്ചാൽ നമുക്ക് 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല. നമ്മുടെ ഞാൻ പറഞ്ഞിട്ട് ഡെയിലി 8 മണിക്കൂർ ഉറങ്ങണം. അപ്പോൾ 8 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത കാരണം അതൊരു അടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 8 മണിക്കൂർ ഉറങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ 8 മണിക്കൂർ നമുക്ക് ഉറങ്ങണം. ഓക്കെ, അപ്പോൾ പിന്നെ റൊട്ടീൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കിയില്ലേ. ഓക്കെ, നമ്മൾ 7:30 ബസ് കയറി
വടക്കാഞ്ചേരി. എത്ര മണിക്ക് എത്തി? ടൈം പറഞ്ഞ പ്രശ്നമാവുക എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഓക്കെ 9 മണിക്ക് എത്തി. 9 മണിയിൽ 8:45 എത്തി. 8:45 ബസ് കയറി. 8:45 ബസ് കയറി. 8:45 ബസ് കയറി. എത്ര മണിക്ക് എത്തി? 8:45 ബസ് കയറിയിട്ട് നമ്മൾ 9 മണിക്ക് അവിടെ എത്തി. പിന്നെ നേരെ വീട്ടിലേക്ക് പോരുക. അയ്യോ ഗൈസ്, ഇതാ ഞാൻ ഇന്നലൊരു കാര്യം, ഇത് ഇന്നും ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോയി വിചാരിച്ചിട്ട് ഗൈസ്. വണ്ടി മറന്നു വെച്ച് ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടി മറന്നു വെച്ചിട്ടുണ്ട്. എവിടെ? ചുങ്കത്ത് ജിമ്മിൻ്റെ അവിടെ ഞാൻ വണ്ടിക്ക് അവിടെ പറയല്ലേ. ഗൈസ് ഇനി ഞാൻ വീട്ടിൽ അവിടെ പോയിട്ട് എടുക്കണ്ടേ? എത്ര സമയം പോണിച്ചിട്ട്. അതാണ് ഈ സമയം പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരും ഗൈസ്. ബിക്കോസ് എല്ലാം ടൈമിലാണ് ഗൈസ്. ടൈം നമ്മൾ ഒരിക്കലും ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു പോനെ. ഈ റീൽസ് കണ്ടിരുന്നിട്ടും ഹൈ ഡോപ്പ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഗൈസ്. ഈ സാധനം വെറുതെ. അപ്പോൾ ഇതെന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മളെവിടെ പറഞ്ഞു നിർത്തി? നമ്മൾ 9 മണിക്ക് ഇറങ്ങി 9:10 വീട്ടിലെത്തിട്ടോ. 9:10 വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, കുളിക്കുക, വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടെങ്കിൽ അതിൻ്റെ പരിപാടി ചെയ്യുക, നേരെ കിടക്കുക. അപ്പോൾ ഇത് ടൈറ്റ് ഷെഡ്യൂളാണ് ഗൈസ്. ഈ ടൈറ്റ് ഷെഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യം എന്താ പറയുക? റെസ്റ്റും പ്രോപ്പർ ഫുഡും വേണം. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അയ്യോ പണി കിട്ടില്ലോ. എൻ്റെ വീട് ഇവിടെ അല്ല കേട്ടോ. എൻ്റെ വീട് ഞാൻ കുറേ പോകണം. ഓക്കെ, ഞാൻ പോസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ബൈ ഗൈസ്, ബൈ. അയ്യാ, അപ്പോൾ വേറൊരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമ്മുടെ റൂട്ടീൻ പറയണല്ലേ. അപ്പോൾ നമുക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. പിന്നെ ആരറിയോ? ചിരി എതാ ചിരിച്ചേ ഒരു ചിരി. ഇവൻ്റെ ഒരു കഥ ഉണ്ട് ഗൈസ്. ഈ കുഞ്ചിരിമോൻ ഒരു ദിവസം ഞാൻ തലോടിയിട്ട് എൻ്റെ കൈ അടിച്ചു ഗൈസ്. കൈ അടിച്ചിട്ട് അന്ന് വീട്ടുകാർ കുറേ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കണം, പോയി ഇഞ്ചക്ഷൻ എടുക്കണം. ഇഞ്ചക്ഷൻ എടുത്തു ഗൈസ്. ഓക്കെ, സത്യം പറയട്ടെ, ഇഞ്ചക്ഷൻ എടുത്തില്ല. ഞാൻ എൻ്റെ വ്ളോഗിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാണുന്ന വീഡിയോസ് ഞാൻ ട്രൂ ആയിരിക്കും ഗൈസ്. എനിക്ക് ട്രൂ ആയിട്ട് ഇമോഷൻസ് കാണിച്ചാൽ മതി. എനിക്ക് അഭിനയിക്കേണ്ട ഗൈസ്. ഞാൻ അഭിനയിക്കില്ല. കാരണം ട്രൂ ആയിട്ട് നമുക്ക് ഫുൾ ടൈം ഹാപ്പി ആയിരിക്കാൻ പറ്റും. അത് ഞങ്ങൾ കാണിച്ചു തരും. ഓക്കെ, ഇവ എന്താ കാണിക്കുന്നത്? ഞാനൊന്നും കഴിച്ചില്ലടാ. ഞാൻ നോക്കട്ടെ. ചിക്കൻ അപ്പം നമുക്ക് ചിക്കൻ വറുത്തിട്ട് കഴിക്കണം കേട്ടോ. എയർ ഫ്രൈയിൽ എന്താ കഴിക്കണമെന്ന് വെച്ചാൽ വി ഡോണ്ട് ഈറ്റ് ഓയിൽ ഗൈസ്. ഓയിൽ ഫുഡ് കഴിക്കില്ല, ഷുഗർ കഴിക്കില്ല. നല്ല പ്യുവർ ആയിട്ടുള്ള ഫുഡ്സ് മാത്രമേ കഴിക്കുള്ളൂ. അത്ര അത്യാവശ്യം നമുക്ക് ഫുഡ് കിട്ടാണ്ട് പട്ടിണി ചത്തി കിടക്കാൻ ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള ഫുഡ്സൊക്കെ കഴിക്കുള്ളൂ. ഇനി മുതൽ അത് ഞാൻ അടുത്ത ഡിസിഷനാണ്. ഓക്കെ, അതിനെന്താ പറയാനുള്ളത്? ഞാൻ വേഗം നിർത്തണം കേട്ടോ. കാരണം സമയം കുറച്ചധികം സമയമായിട്ടുണ്ട്. എന്ത് വേണ്ട പൊന്നു? കടിക്കരുതിട്ടാ. ഇനി ആദ്യം എനിക്ക് കിട്ടി. അതാ നോക്കണേ. ആൾ ചെയ്യാണേ. ആൾ വിചാരിക്കാൻ പറയുന്നല്ല. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞെന്നോ, റൊട്ടീൻ വീട്ടിലെത്തി 9:10 കുളിച്ച് ഭക്ഷണം കഴിച്ച് ഇതാക്കുമ്പോഴേക്ക് 9:45 ടൈം ആവും. 10 മണിക്ക് കിടക്കണമെന്നാണ് ടാർഗറ്റ്. അപ്പോൾ 10 മണിക്ക് നമ്മൾ കിടന്നിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് എനിക്കുണ്ടായിരുന്ന ഡ്രോബാക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല. 2 ലിറ്റർ വാട്ടർ ഒന്നിരിക്കണം. 1.5 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 1.25 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുള്ളൂ. തൊണ്ടൊക്കെ ഡ്രൈ ആയി. ഞാൻ വെള്ളത്തിൻ്റെ കാര്യം എന്താ പറയുന്നത് കാരണം വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് എവിടെ നിന്ന് അറിയുക ഗൈസ്. എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജെമിനി അണ്ണനോട് ചോദിക്കും. അപ്പോൾ ആൾ പണ്ടേ പറഞ്ഞു ഗൈസ്. അങ്ങനെയാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണതും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതും. അപ്പോൾ അതെ 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കണം. 1.5 കുടിച്ചിട്ടില്ല. പിന്നെ പാട്ട് പ്രാക്ടീസ്. ഇപ്പോൾ 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ സമയം എത്ര വെച്ചിട്ടാ? 10 മിനിറ്റ്. എനിക്ക് ഡെയിലി ഞാൻ പറഞ്ഞു 2 മണിക്കൂറും ഓരോ പ്രാക്ടീസ്. നമ്മുടെ തൊണ്ടൊക്കെ വഴങ്ങി വരണ്ടേ? എന്ന് വഴങ്ങി വരാനാ? പിന്നെ പാട്ടിനെ കുറിച്ചിട്ട് ഞാൻ പറയാം നെക്സ്റ്റ് വീഡിയോയിൽ. ഞാൻ എൻ്റെ പാട്ട് എങ്ങനെ തുടങ്ങി, എന്താണ് കാര്യങ്ങൾ, ഹൗ ഐ ഡ്രീം ടു ബിക്കം എ സിംഗർ, എങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ സ്റ്റോറി ഞാൻ വേറെ ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്. പിന്നെ ഇന്നലെ ഞാൻ കുറേ പേർക്ക് ഷെയർ ചെയ്ത ഞാൻ വീഡിയോസ് ഡെയിലി ഇടുന്നല്ലാണ്ട് എനിക്ക് ഷെയർ ചെയ്തിരിക്കാനൊന്നും നേരമില്ല ഗൈസ്. സത്യം പറയുമ്പോൾ സമയമില്ല, ഒന്നിനും സമയമില്ല. സമയം തീരില്ല ഗൈസ്. അപ്പോൾ ഇന്നാണ് നമ്മളൊരു കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്തു. ആ വർക്കിൻ്റെ ഇടയിൽ നിന്നിട്ട് നമ്മുടെ വർക്ക് ചെയ്തു. പക്ഷെ എന്നാലും നമ്മൾ കുറേ പേർക്ക് അയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കളഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഒന്ന് അയച്ചു കൊടുത്ത് ഒരുപാട് പേരൊക്കെ അറിഞ്ഞു ഗൈസ്.
പിന്നെ ഇത് ഞാനെടുത്ത ഡിസിഷനാണ് ഗൈസ്. ഇത് ഞാൻ എടുത്ത ഡിസിഷനാണ്. മൈ ഓൺ ഡിസിഷൻ. ഓക്കെ, ഐ നെവർ ഗീവ് അപ്പ്. ഇത് ഞാൻ ഒരിക്കലും പിന്നോട്ട് വെക്കില്ല ഗൈസ്. പിന്നോട്ട് കാലെടുത്ത് വെക്കില്ല. ഞാൻ ഇറങ്ങി ഗൈസ്. ഇനി നിങ്ങൾ കാണുമ്പോൾ ഗൗതമിനെ നിങ്ങൾ കാണും. ഓക്കെ ഗൈസ്, ബൈ. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അത്രയുള്ള പരിപാടി. എയർ ഫ്രയറിൽ 20 മിനിറ്റ് വെക്കണം. 20 മിനിറ്റ് വെച്ചാലാണ് നമുക്ക് വെന്തിട്ട് ഐറ്റം കിട്ടുള്ളൂ. എണ്ണ ഇല്ല കേട്ടോ, എണ്ണ നമ്മൾ കഴിക്കില്ല. അപ്പോൾ മുട്ടയും കഴിക്കണം. ബിക്കോസ് ഇന്നത്തെ പ്രോട്ടീൻ ഗോളിൽ നമ്മൾ കുറേ നമ്മളൊന്ന് പ്രോട്ടീൻ. ഞാനിപ്പോൾ ഒരു മിഷനിലാണ് ഗൈസ്. കാരണം ഞാൻ ഈ പക്കൻ്റെ റൊട്ടീന് കറക്റ്റ് ഇന്നിപ്പോൾ എത്രാം തീയതിയാണ്? 9:30 ടൈമായിട്ട്. സമയം അല്ല, ഡേറ്റ് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഡേറ്റ് ജൂൺ 6-ാം തീയതിയാണ്. ജൂൺ 6-ാം തീയതിയാണെന്ന്. അപ്പോൾ നാളെ മുതൽ ഗൈസ്, ഇന്നിപ്പോൾ ഞാൻ നാളേക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ വേഗം കിടക്കണം. പാട്ട് പ്രാക്ടീസ് 10 മിനിറ്റ് ചെയ്യും. ഭക്ഷണം കഴിക്കും, വേഗം കിടക്കും. 9:30 ആയിട്ടുണ്ട് ഗൈസ്. എപ്പോൾ കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുമെന്ന് എനിക്കും വലിയ പിടുത്തില്ല. വേഗം 10 മണിക്ക് കറക്റ്റ് കിടക്കണം. ടൈമിങ് എനിക്ക് കറക്റ്റ് ആയിരിക്കണം ഗൈസ്. ടൈമിൽ ഞാൻ അത്രയും പെർഫെക്റ്റാണ് ഞാൻ ടൈമിങ്ങിൽ. അല്ലെങ്കിൽ എനിക്ക് ടൈമിങ് അത്രയും കൺട്രോൾ ചെയ്ത് പോകണമെന്ന് എനിക്ക് ഭയങ്കര വാശിയുള്ളവരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു നമ്മുടെ റൊട്ടീൻ പരിപാടികൾ കഴിഞ്ഞ്. അയ്യോ, എവിടെ പറഞ്ഞെടുത്ത് ഞാൻ മറന്നു ശരിക്കും വെറുതെ. ഓക്കെ, റൊട്ടീൻ. ഈ റൊട്ടീൻ കറക്റ്റ് 21 ഡേയ്സ് അല്ലെങ്കിൽ 24 ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പോയിരിക്കും. അപ്പോൾ എനിക്ക് ഉണ്ടാവണം മാറ്റം. എനിക്ക് എൻ്റെ ബോഡിയിൽ, എൻ്റെ ടോക്കിങ്ങിൽ ഉണ്ടാവണം മാറ്റം. അതൊക്കെ നിങ്ങൾ കാണുക. ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു കാര്യം കൂടി ഉണ്ട്, ബുക്ക് റീഡിങ് ഗൈസ്. ബുക്ക് റീഡിങ് നമുക്ക് ബുക്ക് റീഡ് ചെയ്യണം. ഡെയിലി ഒരു അരമണിക്കൂറിൽ ബുക്ക് വായിക്കണമെന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ റൊട്ടീനിൽ ചെയ്യും ഗൈസ്. ബസ്സിൽ പോകുമ്പോൾ ചെയ്യും. അപ്പോൾ ദിസ് ഈസ് മൈ പ്ലാൻ ആൻഡ് ദിസ് ഈസ് മീ. ദിസ് ഈസ് ഗൗതം TP. ദിസ് ഈസ് വാട്ട് ഐ ഡു. റോബി പറയണ ദിസ് ഈസ് വാട്ട് ഐ ഡു. ഒന്നോ നീങ്ങണത്. അപ്പോൾ ശരി ഗൈസ്, ബൈ. കിടന്നുറങ്ങണം, ഫുഡ് കഴിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കും. നിങ്ങളിങ്ങനെ ഡ്രീം ചെയ്ത് അയ്യോ എനിക്കത് പറ്റിയില്ലല്ലോ, എനിക്കിനി പറ്റിയില്ലല്ലോ, എനിക്കിനി അവസരമില്ലല്ലോ ഒന്നും പറഞ്ഞിരിക്കില്ല. ഇത് ഞാൻ പറയണത് ചെറുപ്പക്കാരോട് മാത്രമല്ല, ഈ 45-50 വയസ്സുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. എല്ലാം പറ്റും മിസ്. നിങ്ങളെ കൊണ്ട് എന്തും പറ്റും. ആരെ കൊണ്ടും എന്തും പറ്റും മിസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ഫ്രം സബ്കോൺഷ്യസ് വ്ലോഗ്സ് ഗൈസ്. ബൈ. 9:35 ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി പറഞ്ഞു വെച്ചത് വീട്ടിൽ സീനുണ്ട് ഗൈസ്. ഇനി പോയി വണ്ടി എടുക്കണം. കുറഞ്ഞ 9:35 സോറി അമ്മ, എനിക്ക് ഈ പൊട്ടത്തരങ്ങൾ പറഞ്ഞേ പറ്റൂ. എനിക്കിനി അറിയില്ല. അപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ പോട്ടെ ഗൈസ്. പോട്ടെ, ബൈ. അപ്പോൾ ബൈ. ഫേസ് ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് എനിക്ക് അവസാനമായിട്ട് എന്താ പറയുക വെച്ചാൽ, ഇന്ന് ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പോൾ സമയം 10 കാണിച്ചു തരാം കേട്ടോ. 10:10 അപ്പോൾ നമുക്ക് കിടന്നുറങ്ങണം ഗൈസ്. നാളെ 4 മണിക്ക് നീക്കണം. നാളെ മുതൽ കറക്റ്റ് പ്രാക്ടീസ് എനിക്ക് പോകണം. 2 hours തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്, എനിക്കത് പറ്റില്ല. പക്ഷെ നാളെ മുതൽ നമ്മൾ ട്രാക്കിലായിരിക്കും ഗൈസ്. നാളെ നമ്മൾ കറക്റ്റ് പ്രാക്ടീസ് ചെയ്തിരിക്കും. And this is Gautam TP and signing off. Bye. 10 ഇതിൽ സമയം നോക്കണ്ട ഗൈസ്. കറക്റ്റ് കഴിഞ്ഞ് പറഞ്ഞു 10:12 ഉറങ്ങാൻ കിടക്കുക ഗൈസ്. ഓക്കെ, ബൈ. അയ്യോ അമ്മേ. ഓക്കെ, 4 മണിക്ക് നീക്കണം. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. ബൈ ഗൈസ്. ഉറക്കം വീണില്ല. ഇവരോട് എത്ര പറഞ്ഞാലും ഉറങ്ങണ്ടേ? ഒന്ന് ഉറങ്ങിട്ട് തോന്നുമേ. എത്ര നേരം ഞാൻ പറയണു, നമുക്ക് ആലോചിക്കാം, മാനിഫെസ്റ്റ് ചെയ്യാം. സമയമുണ്ട്, നീ ഒന്ന് ഉറങ്ങണം പ്ലീസ്. ദൈവി തുറന്നു പോകുന്നേ, ദൈവി തുറന്ന്. ഗൈസ്, ഉറങ്ങാൻ പറ്റില്ല. 11:40 എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോട്ട്സ്, ഐഡിയാസ് അങ്ങനെ ഹൈ ലെവലിൽ കയറി വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, ഐ ക്യാൻ സ്ലീപ്പ്. ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഉറങ്ങും ഗൈസ്.
ഉറങ്ങി കണ്ടോ? My mind is saying to me, what you do this day? What do you do this day? Bye guys, നാളെ പറയാം. ഉറങ്ങണം. റെസ്റ്റ് വേണം, ഞാൻ പറഞ്ഞിട്ടില്ലേ? റെസ്റ്റ് വേണം. റെസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ബൈ.